അപ്പോൾ അബ്കാരി നമുക്ക് ഇതിലെവിടെ തുടങ്ങണം? ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ഇനി മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഗാഡ്ജറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ മെയിനായ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ ഒരുപാട് അറിയുന്നതും അറിയത്തില്ലാത്തതുമായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഏത് ഗാഡ്ജറ്റുകളാണ് നിങ്ങൾ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകാരമായിക്കോട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു 10% കൂട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അബ്കാരി നമുക്ക് ഇതിലെവിടെ തുടങ്ങണം? നമ്മൾ ആദ്യം തുടങ്ങേണ്ട സാധനം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ കേട്ടോ. അതെ, ഗോപ്രോ. ഞങ്ങൾ ആദ്യം എടുത്ത ഗാഡ്ജറ്റ് ഗോപ്രോ കേട്ടോ. ഞങ്ങൾ ഗോപ്രോ എടുത്തത് ആമസോണിൽ നിന്നാണ് ഫസ്റ്റ്. അത് ആമസോണിൽ നിങ്ങൾ ആരും എടുക്കാണ്ടിരിക്കുക, പറ്റുവാണെങ്കിൽ ഒരു നല്ലൊരു ക്യാമറ ഷോപ്പിൽ പോയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇതുപോലത്തെ ഒരു ബണ്ടിൽ പാക്കേജ് അല്ലായിരുന്നു. അതിൻ്റെ അകത്തുള്ള ബണ്ടിൽ പാക്കേജ് എല്ലാം വ്യത്യാസമായിരുന്നു. ഒരു 64 GB മെമ്മറി കാർഡും പിന്നെ 2 ബാറ്ററിയൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ അല്ലായിരുന്നു ഗോപ്രോ 9 Proൻ്റെ ഇത് ഇറങ്ങിയത്. എന്ത് സംഭവം എന്നല്ല, ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അത് റിട്ടേൺ അടിച്ചിട്ട് ആമസോണിൽ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സെല്ലാം 2 തവണ റിട്ടേൺ അടിച്ചാൽ നമുക്ക് ക്യാഷ് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആദ്യം ഒരെണ്ണം നമ്മൾ റിട്ടേൺ അടിക്കണം, അത് കഴിഞ്ഞ് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ട് വരും. അത് റിട്ടേൺ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിൽ പോയി 41 മറ്റേ ഇവിടെ ആമസോണിലുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഷോപ്പിൽ പോയി എടുത്തപ്പോൾ ഞങ്ങൾക്ക് 35 രൂപയ്ക്ക് ശേഷം ഇത് ഗോപ്രോ കിട്ടി. പിന്നെ മെയിനായിട്ട് ഗോപ്രോൻ്റെ ബാറ്ററി ഇതാണ് ഗോപ്രോൻ്റെ ബാറ്ററി. ഇതുപോലെ ഞങ്ങൾ 2 എക്സ്ട്രാ ബാറ്ററി, ഒരെണ്ണം ഗോപ്രോൻ്റെ കൂടെ വന്നായിരുന്നു, 2 ഞങ്ങൾ എക്സ്ട്രാ മേടിക്കുകയും ചെയ്തായിരുന്നു. ഇതാണ് 2 ബാറ്ററി വരുന്നത്. ഒരു ബാറ്ററിക്ക് ശേഷം 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ ഗോപ്രോ ചാർജ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ 3 ബാറ്ററി വരെ നമുക്ക് സെയിം ടൈം ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറാണ്. ഇത് ടെല്ലസിൻ്റെ കേട്ടോ. ഞങ്ങൾ ഗോപ്രോൻ്റെ ബാറ്ററി ചാർജർ മേടിക്കാനല്ല, അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഇതിന് ഏകദേശം ഒരു 1800 സംതിങ് അത്രയും കണ്ടേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇതാണ് ഞങ്ങൾ മേടിച്ചത്. നെക്സ്റ്റ് പറയാനുള്ളത് ഉണ്ടേ റിലയൻസിൻ്റെ ഫ്ലാഷ് ലൈറ്റ്സ് ആണ്. ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഗോപ്രോൻ്റെ വിഷ്വൽസ് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് നമുക്ക് ലൈറ്റിങ് ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ രാത്രിയിൽ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കണമെങ്കിലും നമുക്ക് ലൈറ്റ് മസ്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ചത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഗ്യാസ് സ്റ്റോവ് ചെയ്തപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ച് രാത്രിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഈ ലൈറ്റ് വെച്ചിട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇനി അതൊന്നും അല്ലേ പോലും നല്ലൊരു ടോർച്ചും കൂടിയാണ്, നല്ല വെളിച്ചമാണ്. രാത്രിയിൽ ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു ടോർച്ചായിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല പാട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഗോപ്രോൻ്റെ 3-way സ്റ്റിക്ക് അല്ല, അത് ഞങ്ങൾ പുറത്തുനിന്ന് ചെറിയ പൈസയ്ക്ക് 1000-600 രൂപ എങ്ങനെയാണ്ട് ഉണ്ടായിരുന്നു. ഒരു 3-way സ്റ്റിക്കാണ്. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എന്നൊക്കെ പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ചുമ്മാ അതിൻ്റെ മേളിൽ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. മൈക്കും ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബോക്സ് കാണിച്ചു തരാം. ഇത് ബോയയുടെ MM1 എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. ഒരു അത്ര പഞ്ച്വാലിറ്റി എന്നുള്ളൊരു ബൈക്കല്ല, ആവറേജ് ആണ്. ഞങ്ങൾ റോഡിൻ്റെ മൈക്ക്, ഡുവൽ ചാനൽ മൈക്ക് കൂടി ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞങ്ങൾക്ക് ആദ്യം വന്നതൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോപ്രോയിൽ കണ്ടൈം എടുക്കുന്നില്ല, മൊബൈലിൽ കണ്ടൈം എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ റിട്ടേൺ അയച്ചിട്ട് വീണ്ടും എടുക്കുക ചെയ്ത്. പിന്നെയുള്ളത് നമുക്ക് ആവശ്യമുള്ളത് മീഡിയ മോഡാണ്. അതായത് ഗോപ്രോയിൽ ഇപ്പം നമുക്ക് എന്താ പറയുക, മൈക്ക് കണക്ട് ചെയ്യണേലും ഇപ്പോൾ ഉലാൻസിയുടെ മറ്റേ ലൈറ്റ് കണക്ട് ചെയ്യണേലും എന്ത് വേണേലും നമുക്ക് ഈ സാധനം വേണം. മീഡിയ മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മീഡിയ മോഡ് ഇതിന് ഏകദേശം ഒരു 6000 രൂപ കണ്ട് വരുന്നുണ്ട് മീഡിയ മോഡിന്. പിന്നെയുള്ള സ്റ്റാൻഡ്സാണ്. ഇത് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിന് 300-400 രൂപ കണ്ടൊക്കെ വരുന്നത്. അത്ര ക്വാളിറ്റിയുള്ള ടൈപ്പൊന്നും അല്ല, എന്നാലും ഇത് വെച്ച് ഞങ്ങൾ ഒപ്പിക്കുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് കുറേ മൗണ്ടുകൾ ആവശ്യമുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് മൗണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് ഗോപ്രോൻ്റെ മൗണ്ട്സ് വരുന്നത്. ഇതും ഞങ്ങൾ എക്സ്റ്റേണൽ പുറത്തുനിന്ന് മേടിച്ച കേട്ടോ, ടെലസിൻ്റെ തന്നെ വേറൊരു സാധനമാണ്. ഇതും 1000-1800 രൂപയ്ക്ക് ആമസോണിൽ വരുന്നുള്ളൂ. ഇതിൽ എല്ലാത്തരം മൗണ്ട്സും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കെട്ടാൻ, ഇത് തലയിൽ വെക്കാൻ, ഇതൊരു ബാൻഡ്. പിന്നെ ഇത് നമ്മുടെ ചെസ്റ്റ് മൗണ്ടാണ് ഇത്. പിന്നെ ഇത് നമുക്ക് വണ്ടിയിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പ് അങ്ങനത്തെ സാധനം. പിന്നെ ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാതിരിക്കാനുള്ള ക്ലിപ്പ്. പിന്നെ ഇത് എക്സ്റ്റേണലി മേടിച്ച മൗണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 10-400 രൂപയ്ക്ക് റേറ്റ് വരുന്നത് ജെ മൗണ്ട്. അങ്ങനെ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഡബിൾ സ്റ്റിക്കേഴ്സ്,
പിന്നെ ഓരോ ക്യാമറയിൽ സെറ്റ് ചെയ്യാനുള്ള ബൈക്കിൻ്റെ അത് ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൗണ്ട് വരുന്നുണ്ട്. പിന്നെ എന്താ ക്ലിപ്പ് മൗണ്ട് വരുന്നുണ്ട്, എവിടെ നമുക്ക് ക്ലിപ്പ് ചെയ്തൊക്കെ വെക്കാനുള്ള മൗണ്ട്. ഇത് ഹെൽമെറ്റിൻ്റെ അവിടെ നമുക്ക് ഹെൽമെറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ ദൂരത്തോട്ട് വെക്കാനുള്ള മൗണ്ട്. അങ്ങനെ എല്ലാത്തരം മൗണ്ട്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള മൗണ്ട്, അങ്ങനെ കുറേ മൗണ്ട്സിൻ്റെ അത് വരുന്നുണ്ട്. ഇതൊരു നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഏതുകൊണ്ട് എടുത്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. എല്ലാം ഒന്നും ഞങ്ങൾക്ക് ഉപകാരമൊന്നും വന്നിട്ടില്ല എന്താ പറയുക. പിന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ബാങ്ക് ആവശ്യം വരും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. ഇത് രണ്ട് നേരത്തെ ഉള്ളതാണ്, ഇതിന് വേണ്ടിയിട്ട് മേടിച്ചൊന്നുമല്ല. എന്തായാലും പവർ ബാങ്ക് ആവശ്യമുണ്ട്. പിന്നെ 2 ചാർജേഴ്സ് ഉണ്ട്. ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും വാങ്ങിയതാണ്, ഇതിൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. 2 മൗണ്ട് വരുന്നുണ്ട്. പക്ഷേ കുറേ സാധനങ്ങൾ സെയിം ടൈം ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ സാധനവും ചാർജ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇത് ചുമ്മാ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് ബോട്ടിൻ്റെ ഒരു നല്ല ഗാഡ്ജറ്റ് കേട്ടോ. ഞാനിത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗാഡ്ജറ്റ് കേട്ടോ. നല്ല സൗണ്ടും ഒക്കെ ഉണ്ട്. ഇനി മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗിംബലാണ്. ഇതാണ് മോസ മിനിയുടെ ഗിംബലാണ്. മോസ മിനി MX2 എന്ന് പറയുന്നൊരു ഗിംബലാണ്. ഇത് ഞങ്ങൾ സെക്കൻഡ്സ് എടുത്താണ്, ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് എടുത്തൊന്നുമല്ല. ഞങ്ങളൊരു തിരുവനന്തപുരംകാരൻ്റെ ഇടന്ന് സെക്കൻഡ്സ് ആയിട്ട് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ബില്ലാണ്. ഇതാണ് മോസ മിനിയുടെ ഗിംബൽ വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിലൂടെ ഇത് ലോക്കുണ്ട്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, പിന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്. ജസ്റ്റ് ഈ പവർ ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. റണ്ണിങ് ചെയ്യും. ശേഷം ഓട്ടോമാറ്റിക്കലി ഇത് തുറന്നു വരും. നമ്മുടെ മൊബൈൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് താനെ ഓട്ടോമാറ്റിക് ടൈറ്റ് ആവും. ഇത്രേ ഉള്ളൂ മോസ മിനിയുടെ സംഭവം. നിങ്ങൾ മെയിനായിട്ട് ഷൂട്ടിങ്ങിന് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. വലിയൊരു സെക്കൻഡറി ക്യാമറയൊക്കെ ആയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട സമയത്ത് എടുക്കുക. അല്ലാതെ കൂടുതൽ സമയത്ത് ഞങ്ങൾ ഗോപ്രോ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ KT Pro എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൻ്റെ അകത്ത് 4K എടുക്കാൻ പറ്റുമെങ്കിലും അത്ര ഒരു ഇതൊന്നുമല്ല. എന്നാലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പർ സൈഡിലേക്ക് വരാം. ഇപ്പർ സൈഡിൽ മെയിനായിട്ട് നമുക്ക് ഉള്ളത് നമ്മുടെ ലാപ്ടോപ്പാണ്. ഫസ്റ്റ് അത് തന്നെ കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ഇത് നമ്മുടെ അസ്യൂസിൻ്റെ ടഫ് ഗെയിമിങ്ങിൻ്റെ ഒരു F15 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ലാപ്ടോപ്പിനെ കുറിച്ച് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കുറേ ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ കൈൻമാസ്റ്ററിലൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ പറയുക, കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടൊന്നും അതിന് കിട്ടില്ല. ഒരു ഒന്നീ കളറിങ് കൂടുതലായിരിക്കും, ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലായിരിക്കും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ടൊരു സുഖം തോന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് പണ്ടൊരു വേറൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്, ഒരു i3. പക്ഷേ അതിനകത്തൊക്കെ എഡിറ്റിംഗ് നടക്കും എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡുള്ള, അതായത് 4Kയിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പിന് ഏകദേശം ഒരു ബേസ് ലാപ്ടോപ്പിന് ഏകദേശം 65 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാപ്ടോപ്പാണ് ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഏകദേശം ഇതിന് 60,000 രൂപ കണ്ട് ലാപ്ടോപ്പിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് അഡോബ് പ്രീമിയറാണ്. എൻ്റെ ക്രാക്ക്ഡ് വേർഷനൊക്കെ ഇഷ്ടംപോലെ നെറ്റിൽ കിട്ടാനുണ്ട്. അത് യൂസ് ചെയ്ത് കുറച്ച് ടഫാണ്, ടഫെന്ന് പറയാനിട്ടില്ല, കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തിരിയും. ഞങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അഡോബ് പ്രീമിയറിൻ്റെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം യൂസ് ടു പോകും. ഞാനും അധികമൊന്നും പഠിച്ചിട്ടില്ല, അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൻ്റെ അത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ റിസൾട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ലാപ്ടോപ്പ് ചെയ്യുന്നതായിട്ട് എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് സീക്വൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം നമുക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ എടുത്തത്, നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നറിയില്ല, എന്നാലും ഞാൻ പറയാം. ഇത് ഞങ്ങൾ എടുത്തത് RFലാണ്. RF എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു അറിയാവുന്ന കമ്പ്യൂട്ടർ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ അസ്യൂസിനൊരു പോളിസി ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒരു സെല്ല് ചെയ്ത് കസ്റ്റമറുടെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ കാണിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ അവർ 7 ദിവസത്തിനുള്ളിൽ റിട്ടേൺ എടുക്കും. റിട്ടേൺ എടുത്തിട്ട് അവരിത് കമ്പനിയിലേക്ക് അയച്ചതിന് ശേഷം അവിടുന്ന് നന്നാക്കിയിട്ട് വരുന്ന ലാപ്ടോപ്പാണ് ഈ RFൽ വരുന്നത്. അത് അസ്യൂസ് മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് ഏകദേശം ഒരു 47 രൂപയ്ക്ക് കിട്ടി. RFൽ കിട്ടിയത് കൊണ്ട് എൻ്റെ ലാപ്ടോപ്പ് ഞാൻ അങ്ങോട്ട് കൊടുത്തു, അതിൻ്റെ കൂടെ ബാക്കി പൈസ കൊടുത്തു. എനിക്ക് 47 രൂപയ്ക്ക് ഈ ലാപ്ടോപ്പ് കിട്ടി. അപ്പോൾ ഏകദേശം അത് ഈ മോഡൽ തന്നെ വരണമെന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് മോഡൽ. അപ്പോൾ ഒരു അറിയാവുന്ന ഷോപ്പുകളിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കുക ഇങ്ങനത്തെ വല്ല ലാപ്ടോപ്പും കിട്ടാനുണ്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 ദിവസം പഴക്കമുള്ളൂ. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട് കമ്പനി നന്നാക്കിയിട്ട് വിടുന്നതാണ്.
പിന്നെ അതുകൂടാതെ നമുക്ക് 1 year വാറണ്ടിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. ഒരു സെക്കൻഡ് ലാപ്ടോപ്പ് നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മച്ച് ബെറ്റർ ആയിരിക്കും. ഏറ്റവും നല്ലൊരു വേർഷൻസും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വാറണ്ടിയോട് കൂടി തന്നെ നല്ലൊരു പുതിയ ലാപ്ടോപ്പ് തന്നെ. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കി എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടായത് കമ്പനിക്കാരൊക്കെ നന്നാക്കിയതായിരിക്കും. അങ്ങനെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലായിട്ടും വന്നിട്ടുമില്ല. നമുക്ക് ഷോപ്പിൽ നിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കറിയാവുന്നത് തന്നെയായിരുന്നു. പിന്നെ ഈ ലാപ്പിൻ്റെ സ്പെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Type 5 ആണ്, 8GB RAM. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 4GB 1650 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. ഇത് അത്ര പ്രീമിയം ഒന്നുമല്ല, ചെറിയ സ്റ്റക്കിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കും. ഞങ്ങളൊരു 30 മിനിറ്റ് വീഡിയോയും 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മാന്യമായ രീതിയിൽ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ലാപ്ടോപ്പാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് കീപാഡ്, ഇപ്പോൾ പകലായതുകൊണ്ട് നിങ്ങൾക്ക് തിരിയാത്ത കേട്ടോ. ഇല്ല, കീപാഡിൻ്റെ അകത്തൊക്കെ നിറച്ച് ലൈറ്റും കാര്യങ്ങളും നല്ല കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മോഡലിൽ ഒറിജിനൽ വിൻഡോസും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിലും എക്സ്ട്രാ പേയ്മെൻറ്റ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കാര്യം. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് അഡ്കോമിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ. ഏകദേശം നല്ലൊരു ഹെഡ്സെറ്റാണ്, കുഴപ്പമില്ല. അതായത് ഒരു 2000 രൂപയുടെ ഇടയ്ക്ക് ഒരു 1800 രൂപയാണ് ഇതിന് ഓൺലൈനിൽ കണ്ടത്. പക്ഷേ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ഇതിലൊക്കെ നോക്കിയാൽ അതിൻ്റെ അകത്ത് കൂപ്പൺ കോഡ് കൂടി ഉണ്ടാവും. അതുകൂടിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഒരു 1600 രൂപയ്ക്ക് കിട്ടി. 1600 രൂപയ്ക്ക് ഇത് നല്ലൊരു ഹെഡ്ഫോൺ തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ വയറിനൊക്കെ നല്ല നീട്ടമുണ്ട്, എഡിറ്റിംഗ് ഒരു 7 അടിയോളം ലെങ്ത് ഉണ്ട്. പിന്നെ നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടുള്ള നല്ല വയേഴ്സാണ്. പിന്നെ ഇവിടെയും കുറച്ച് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, സിസ്റ്റത്തിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഹെഡ്സെറ്റിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ആയിട്ടുള്ള ഒരു പോർട്ട് കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ മൾട്ടി ലൈറ്റ്സ് ഒന്നുമില്ല, ഒരു ഓറഞ്ച് ലൈറ്റ് മാത്രമുണ്ട്. ഈ മൈക്കിൻ്റെ അറ്റത്തും ഒരു ഓറഞ്ച് ലൈറ്റുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലൈറ്റൊക്കെ തന്നെ കേട്ടോ. അത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നെയുണ്ട്. പിന്നെ ഈ ഹെഡ്സെറ്റിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിൻ്റെ ഈ സ്പോൺസസ് എല്ലാം നല്ല സോഫ്റ്റാണ്. നമുക്ക് ചെവി അങ്ങനെ കുറേ നേരം ഒന്നും വെച്ചാൽ ചെവിക്ക് വേദന എടുക്കുന്നില്ല. പിന്നെ എല്ലാം നമ്മുടെ ചെവി ഇതിനകത്തായിരിക്കും, നല്ല വലിയ റൗണ്ട് ആയതുകൊണ്ട് തന്നെ കണ്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവി അതിൻ്റെ ഉള്ളിലും ഇത് ചുറ്റിനുമായിരിക്കും. ഇത് വെച്ചാൽ പിന്നെ നമ്മുടെ ചുറ്റിനുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല, അതുപോലെ സൈലൻ്റായിരിക്കും. നല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ഇത് വെച്ച് എഡിറ്റ് ചെയ്താലും നമുക്ക് ചെവി വേദന കാര്യങ്ങളൊന്നും അത് ഇടിക്കില്ല. ഈ റേഞ്ചിൽ നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് ആണ്. ഇത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വിഷ്വൽസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണെങ്കിലും ലാപ്ടോപ്പിൽ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ലാപ്ടോപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ നമുക്ക് നഷ്ടപ്പെടാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ ഡാറ്റാസ് ഇതിനകത്ത് കയറ്റി വെക്കണം. നമുക്ക് ലാപ്ടോപ്പ് വേറെ ഫ്രീ ആയിരിക്കും, ലാപ്ടോപ്പിൻ്റെ ഫംഗ്ഷനിങ് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാർഡ് ഡിസ്ക് മസ്റ്റാണ്. ഇത് 1 TB ഒരു ഹാർഡ് ഡിസ്ക്കാണ്, ഏകദേശം 4000 രൂപ സംതിങ് എടുത്ത് വരുന്നുണ്ട്. പിന്നെ ഡെല്ലിൻ്റെ ഒരു മൗസാണ്, വയർഡ് മൗസ്. വയർലെസ് മൗസ് ഒന്നും മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഡോങ്കിളാണ്. ഇത് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ജിയോൻ്റെ ഒരു ഡോങ്കിളാണ്. ഇനി എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു SD കാർഡിൻ്റെ ഒരു റീഡറാണ്, കാർ റീഡറാണ്. പിന്നെ നമ്മുടെ GoProയിലെ വിഷ്വൽസ് എല്ലാം നമ്മൾ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യാനൊക്കെ ആയിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ചെറിയ പൈസയുടെ സാധനമാണ്. അതുപോലെ തന്നെ ചെറിയ സാധനം എന്ന് വെച്ചാൽ ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ലാപ്പിലായിരിക്കും കണക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇവൻ എന്താ പറയുക, നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് കാര്യങ്ങൾ, ചാർജർ, ഇതൊക്കെ വേണം നമുക്ക് 2-3 പോർട്ടിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കുറച്ച് ഈ വാച്ചൊക്കെ നമുക്ക് വേണം ചാർജ് ചെയ്യാനൊക്കെ കുറച്ച് ഈസിയാണ്. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റ്സും നിങ്ങളിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുമെന്നല്ല. ഇവിടെ സാധാ ഫോണിലും എല്ലാവരും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് ഏകദേശം ഇത്ര സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ GoPro വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ലാപ്ടോപ്പ് മസ്റ്റാണ്. ലാപ്ടോപ്പില്ലാണ്ട് ചെയ്തിട്ട് നമ്മൾ GoProയിൽ എടുത്തിട്ട് ചെയ്യുന്നതിന് വലിയ അർത്ഥമില്ല, അതിൽ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടുമില്ല. പിന്നെ മെയിനായിട്ട് GoPro ഷൂട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും പറ്റിയ സംബന്ധിച്ച് ചിലപ്പോൾ ഈവനിങ്ങിലൊക്കെ എടുക്കാൻ നേരത്ത് കുറച്ച് സന്ധ്യയാവും. കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ GoProയിൽ പിന്നെ യാതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, മൊത്തം ഒരു ബ്ലാക്കിഷും ഒരു നല്ല പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ നല്ല ലൈറ്റിംഗ് ഉള്ള സമയത്ത് മാത്രമേ GoProയ്ക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഗാഡ്ജറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും കൂടുതൽ ഡൗട്ട്, ഗാഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അഖിലേ കട്ട്.